പ്രിയ സുഹൃത്തുക്കൾക്ക് ഒരിക്കൽ കൂടി പത്തനംതിട്ട ബി മലയാളം എന്ന ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ സെക്ഷനായ ഡെഫിനിസിയോണി സ്ട്രദാലിയെക്കുറിച്ചും അവയുടെ വ്യത്യസ്ത ഭാഗങ്ങളെക്കുറിച്ചും വിവിധ തരം റോഡുകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അവയുമായി ബന്ധപ്പെട്ട ക്യൂസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇന്നത്തെ സെക്ഷനിൽ രണ്ടാമത്തെ സെക്ഷനായ വെഹിക്കിളി കുറിച്ചാണ് മനസ്സിലാക്കുക. വിവിധ തരത്തിലുള്ള വാഹനങ്ങൾ, അവ വ്യത്യസ്ത റോഡുകളിൽ സഞ്ചരിക്കുമ്പോൾ പാലിക്കേണ്ട പരമാവധി വേഗത മുതലായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യമായി വാഹനത്തിൻ്റെ ഡെഫിനിഷൻ, വെഹിക്കിളി എന്താണെന്ന് നോക്കാം. ഈ definita vehicolo quello che macchina che circoli su strada guidata dall'uomo. ചിർക്കുളി സു സ്ട്രാദ, നിരത്തുകളിൽ ഓടുന്ന മനുഷ്യരാൽ നയിക്കുന്ന എല്ലാ വണ്ടികളും വാഹനങ്ങളുടെ ഗണത്തിൽ വരും. അതായത് നിരത്തുകൾ റോഡുകളിൽ ഓടുന്ന എല്ലാ വണ്ടികളെയും വാഹനങ്ങളുടെ ഗണത്തിലാണ് വരിക. പക്ഷേ ഇവിടെ എക്സ്ക്ലൂഡ് താഴെ പറയുന്നത് ഒഴികെ ബംബീനികൾ ഓടിക്കുന്ന മോണോപാത്തീനി, ഇൻവാലിദി നിരാലംബരായ ആളുകൾ ഓടിക്കുന്ന അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളുകൾ ഓടിക്കുന്ന വണ്ടികൾ, പസജീനി, സേദ്യതി റോത്തല്ലെ മുതലായ വണ്ടികൾ ഒഴികെ ബാക്കി നിരത്തുകളിൽ ഓടുന്ന എല്ലാ വണ്ടികളെയും വാഹനങ്ങളുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ക്ലാസിഫിക്കേഷനെ ദി വെഹിക്കിളി, വാഹനങ്ങളുടെ വലിപ്പവും എഞ്ചിൻ്റെ കപ്പാസിറ്റിയും അനുസരിച്ച് അവയെ വിവിധ ഗണത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് വെഹിക്കിളി സെൻസ മോത്തോറെ, 2 ചിക്കളോ മോത്തോറെ, 3 മോത്തോ വെഹിക്കിളി, 4 ഔട്ടോ വെഹിക്കിളി, 5 റിമോർക്കി എ സെമി റിമോർക്കി, 6 മാക്കിന അഗ്രിക്കോള, 7 മാക്കിന ഓപ്പറത്തിരിച്ച്. അപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷനാണ് വെഹിക്കിളിലുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വെഹിക്കിളി സെൻസ മോത്തോറെ, ആദ്യത്തേതായ വെഹിക്കിളി സെൻസ മോത്തോറെ, എൻജിനില്ലാത്ത വാഹനം. വെഹിക്കിളി സെൻസ മോത്തോറെ, ഒന്നാമത്തേൽ വെഹിക്കിളി സെൻസ മോത്തോറെ. ഇതിൽ 4 വിഭാഗമുണ്ട്. ഒന്നാമത്തേത് വെഹിക്കിളിയ ബ്രാച്ച, കൈകൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടി, അല്ലെങ്കിൽ വലിയ വണ്ടികൾ. ബി വെഹിക്കിളി ത്രസ്യോണ അനിമാലെ, മൃഗങ്ങൾ കൊണ്ട്, അതായത് കാളവണ്ടി, കുതിരവണ്ടി മുതലായവ. സി വെലോച്ചപ്പേതി, സൈക്കിള്, വെലോച്ചപ്പേതി സൈക്കിള്. ഡി ബിച്ചിക്ലറ്റ്, സൈക്കിള് തന്നെയാണ്, പക്ഷേ അത് ബാറ്ററി കൊണ്ട് ഓടുന്ന വണ്ടി. 0.25 കിലോവാട്ട് പവറിനേക്കാളും താഴെയുള്ള വാഹനങ്ങളെ സെൻസം മോത്തോറുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടികളെല്ലാം തന്നെ സെൻസം മോത്തോറുടെ ഗണത്തിലാണ്. ബിച്ചിക്ലെത്ത അല്ലെങ്കിൽ വെലോച്ചപ്പേതി എന്നും പറയും. അത് ബാറ്ററി വച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവർ 0.25 കിലോവാട്ടിന് താഴെ ആയിരിക്കണം. വലിവണ്ടി, പിന്നെ ഈ കുതിരവണ്ടി, കാളവണ്ടി മുതലായവയെല്ലാം സെൻസ മോത്തോറുടെ ഗണത്തിലാണ്. അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഈ വെഹിക്കിളിൽ നമ്മുടെ രണ്ടാമത്തെ മൂന്നാമത്തെ സെക്ഷനായ ചിക്കളോ മോത്തോറിയും മോത്തോ വെഹിക്കിളിയും ഞാൻ ഒരുമിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരസ്പരം കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ചിക്കളോ മോത്തോറിയിൽ 2 വീലുള്ളതും 3 വീലുള്ളതും 4 വീലുള്ളതുകൊണ്ട്, അതേപോലെ തന്നെ മോത്തോ വെഹിക്കിളിൽ 2 വീലുള്ളതും 3 വീലുള്ളതും 4 വീലുള്ളതുണ്ട്. പക്ഷേ ചിക്കളോ മോത്തോറിയിൽ 3 വീലുള്ളതിന് 3 ചിക്കളോ ലെജ്ജേറോ എന്നും 4 വീലുള്ളതിനെ ക്വാഡ്രിച്ചിക്കളോ ലെജ്ജറോ എന്നും പറയും. ലെജ്ജറോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെഹിക്കിൾ. അത് മോത്തോ വെഹിക്കിളിൽ വരുമ്പോൾ 3 വീലുള്ളത് 3 ചിക്കളോ എന്ന് മാത്രമേ പറയുള്ളൂ, ലെജ്ജറോ എന്ന് പറയില്ല. അതുപോലെ 4 വീലുള്ളത് ക്വാഡ്രിച്ചിക്കളോ എന്ന് മാത്രമേ പറയുള്ളൂ. ഇവിടെ ലെജ്ജറോ ഉണ്ടാവില്ല. ഇപ്പോൾ ലെജ്ജറോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെഹിക്കിൾസ് ആണ്. ലൈറ്റ് വെഹിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കപ്പാസിറ്റിയാണ്. അതിൻ്റെ കപ്പാസിറ്റി ഞാൻ അടുത്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചിക്കളോ മോത്തോറിയിൽ 2 വീലുള്ളതും 3 വീലുള്ളതും 4 വീലുള്ളതുണ്ട്. അതേപോലെ തന്നെ മോത്തോ വെഹിക്കിളിലും 2 വീലുള്ളതും 3 വീലുള്ളതും 4 വീലുള്ളതുണ്ട്. ഇവിടെ ആകെ വ്യത്യാസം വരുന്നത് 3 ചിക്കളോ ലെജ്ജറോ എന്നും ക്വാഡ്രിച്ചിക്കളോ ലെജ്ജറോ എന്നും പറയും ചിക്കളോ മോത്തോറിയിൽ. അത് മോത്തോ വെഹിക്കിളിൽ പറയില്ല. അതാണ് പ്രധാന വ്യത്യാസം. പിന്നെ ഈ നിങ്ങൾ മോത്തോ വെഹിക്കിളി മോത്തോ ചിക്കളിയും തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. മോത്തോ ചിക്കളി എന്ന് പറയണത് അല്ല മോത്തോ വെഹിക്കിളി. അതായത് മോത്തോ ചിക്കളി ദുവ റോത്തെ, മോത്തോ ചിക്കളി 3 റോത്തെ, മോത്തോ ചിക്കളി 4 റോത്തെ.
മോട്ടോ വെഹിക്കിളിയുടെ ഗണത്തിലാണ് വരുന്നത്. ആ വാക്ക് പ്രത്യേകം നോട്ട് ചെയ്യണം. നമുക്ക് ചിത്രത്തിൽ കൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇവിടെ ചിക്ലം മോത്തോറിയിൽ 3 വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ 2 വീലുള്ള ചെറിയ ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള ചെറിയ വണ്ടികളുണ്ടല്ലോ, 2 വീലുള്ള മീൻ വണ്ടി പോലത്തെ വണ്ടികൾ, ഇതിന് കപ്പാസിറ്റി കുറവാണ്. അതേപോലെ 3 വീലുള്ള പെട്ടി വണ്ടികൾ, 4 വീലുള്ള മിനി കാറുകൾ, ഇതെല്ലാം ചിക്ലം മോത്തോറിയുടെ ഗണത്തിലാണ്. അതേപോലെ മോട്ടോ വെഹിക്കിളിൽ 2 വീലുള്ളതുണ്ട്, 3 വീലുള്ളതുണ്ടെന്ന് പറഞ്ഞു, 4 വീലുള്ളതുണ്ടെന്ന് പറഞ്ഞു. 3 ചിക്കളോ ക്വാദ്രിച്ചിക്കളോ എന്നാണ് പറയുക. ഇത് നോൺ ലെജറോ എന്നും പറയും. നമുക്കിവിടെ ഒന്നുകൂടെ കമ്പയർ ചെയ്യാം. ചിക്ലം മോത്തോറെ 2, 3, 4 വീലുള്ള വാഹനങ്ങൾ ക്വാദ്രിച്ചിക്ലോ ലെജറോ എന്നും 3 ചിക്ലോ ലെജറോ എന്നും പറഞ്ഞിരുന്നു. അത് മോട്ടോ വെഹിക്കിളിൽ വരുമ്പോൾ മോട്ടോ ചിക്ലോ 3 ചിക്ലോ എന്ന് പറയുന്നുള്ളൂ. 3 ചിക്ലോ ലെജറോ എന്ന് പറയില്ല. ക്വാദ്രിച്ചിക്ലോ നോൺ ലെജറോ എന്നും പറയാം, ലെജറോ അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ക്വാദ്രിച്ചിക്ലോ എന്ന് മാത്രവും പറയാം. ഇനി ചിക്ലം മോത്തോറി നമുക്ക് കൂടുതലായിട്ട് എന്താണ് ചിക്ലം മോത്തോറി, അതിൻ്റെ കപ്പാസിറ്റി എന്താണ്, അത് ഓടാവുന്ന പരമാവധി കിലോമീറ്റർ എത്രയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ചിക്ലം മോത്തോറി അതിൽ veicoli con 2, 3 o 4 ruote cilindrata. എൻ്റെ സിലിണ്ടറിന് കപ്പാസിറ്റി പറയുന്നുണ്ട്. ഫിനോ 50 cc ആണ്, 50 ക്യൂബിക് മീറ്റർ. വെലോച്ചിത്ത ഫിനോ 45 km/h ആണ്. അതിൻ്റെ പൊട്ടൻസ എന്ന് പറയുന്നത് 6 കിലോവാട്ടാണ്. അപ്പോൾ ബാറ്ററിയിൽ ഓടുന്നതാണെങ്കിൽ അതിൻ്റെ പരമാവധി പൊട്ടൻസ് 6 കിലോവാട്ടും. ഇത് 45 കിലോമീറ്റർ വേഗത്തിൽ കൂടുതൽ ഓടിക്കാൻ പാടില്ല ഈ വാഹനം. അതിൽ കൂടുതൽ കപ്പാസിറ്റിയും ഉണ്ടായിരിക്കരുത്. പിന്നെ അതിൻ്റെ CC എന്ന് പറയുന്നത് 50 വരെയുള്ളതാണ്. ഫിനോ 50 വരെയാണ്. അപ്പോൾ ഇതിൽ താഴെയുള്ള വാഹനങ്ങൾ മാത്രമേ ചിക്ലം മോത്തോറിയുടെ ഗണത്തിൽ വരുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും മോട്ടോ വെഹിക്കിളി എന്ന് പറയുന്നത് ഇതിനേക്കാളും പവർ കൂടിയതാണ്. മോട്ടോ വെഹിക്കിളിയുടെ മാക്സിമം പൊത്തൻസ 15 കിലോവാട്ടാണ്. അതിൻ്റെ വെലോസിറ്റ സ്പീഡ് 45 കിലോമീറ്റർ കൂടുതൽ ഓടിക്കാം. അത് 80 km/h വരെയാണ് ഓടിക്കാൻ പാടുള്ളൂ. അതാണ് മോട്ടോ വെഹിക്കിളിൽ വരുന്നത്. അതിൽ കൂടുതൽ ഔട്ട് വെഹിക്കിളിയാണ് പറയുക. നമ്മൾ ഓരോന്നിനെയും കുറിച്ച് പിന്നെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്ലം മോത്തോറിയിൽ 50 cc വരെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ മോട്ടോ വെഹിക്കിളുടെ ഗണത്തിൽ വരുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി 50 cc കൂടുതലുണ്ടാവും മോട്ടോ വെഹിക്കിളിൽ. നമുക്കിനി കൂടുതലായിട്ട് ചിക്ലം മോത്തോറിയെ കുറിച്ച് കുറേയും കൂടെ ഗഹനമായിട്ട് പഠിക്കാം. Ciccolo motori sono veicoli 2, 3, 4 ruote, cilindrata maximum 50 cc. നേരത്തെ പറഞ്ഞിരുന്നു. മോട്ടോറെ തെർമിക്കോ എന്ന് പറഞ്ഞാൽ പെട്രോളിലും ഡീസലിലും ഓടുന്ന എൻജിനുള്ളതിനെയാണ് തെർമിക്കോ എന്ന് പറയുന്നത്. ഇതിൻ്റെ വെലോച്ചിത്ത മാക്സിമം സു സ്ട്രാദ പിയേനോ 45 km/h, പൊട്ടൻസ മാക്സിമം 4 കിലോവാട്ട്. ശരിക്കും 4 കിലോവാട്ട് പഴയ എഡിഷൻ ആയതുകൊണ്ടാണ് 6 കിലോവാട്ട് വരെ പോകാം. അതിനെ ചിക്ലം മോത്തോറിയുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ സെക്ഷൻ നമുക്ക് ഒഴിവാക്കാം. അതിന് താഴെ പോസനോ എസരെ ദൊത്താത്തി കാമ്പിയോ ഓട്ടോമാറ്റിക്കോ. അപ്പോൾ ഈ വിഭാഗത്തിൽ വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ഉള്ളതും ഉണ്ടാവാം. ഇതിൻ്റെ താഴെ പറയുന്നത് ചിക്ലം മോത്തോറി സോണോ സൊജറ്റി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവിസിയോണെ എന്ന് പറഞ്ഞാൽ സർവീസാണ്. ദോപ്പോ ക്വാത്രോ ആനി ഇതല്ല പ്രീമ ഇമ്മട്രിക്കുലസ്യോണെ. പ്രീമ ഇമ്മട്രിക്കുലസ്യോൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് രജിസ്ട്രേഷൻ. സക്സസ്യോമെൻ്റെ ഒഗ്നി ദുയാനി. അപ്പോൾ ഒരു പുതിയൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 4 വർഷം കൂടുമ്പോഴാണ് സർവീസ് ചെയ്യേണ്ടത്, റിവിസിയോണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ സുക്സസ്യോമെൻ്റെ ഇതിന് ശേഷം തുടർന്ന് വരുന്ന ഓരോ ഒഗ്നി ദുയാനി ഓരോ 2 വർഷം കഴിയുമ്പോഴും സർവീസ് ചെയ്യണം. ഇത്
നിരത്തിലോടുന്ന എല്ലാ വണ്ടികൾക്കും ഒരുപോലെയാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊജത്തി എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ടു ചിക്ലോമോത്തോറി സോണോ സബ്ജക്റ്റ് ടു റിവിസിയോണെ എന്നിട്ടാണ് സർവീസ് ചെയ്യണം. ദോപ്പോ കോത്രോ ആനി ഇതെല്ലാം പ്രിമ മെട്രിക്കുലേസിയാണ്. ആദ്യത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞ 4 വർഷത്തിന് ശേഷവും തുടർന്ന് വരുന്ന ഈ 2 വർഷത്തിലും സർവീസ് ചെയ്യണം. ഇതെല്ലാ വണ്ടികൾക്കും ബാധകമാണ്. ഇനി അതിൻ്റെ താഴെ പറയുന്നത് ക്വാദ്രിസിക്കിളി നോൺ റിയന്ത്രാനോ എന്നുള്ള കാറ്റഗറിയ ദൈ മോത്തോ ചിക്കിളി. മോത്തോ ചിക്കിളിയുടെ കാറ്റഗറിയയിൽ ചിക്ലോ മോത്തോറി വരില്ല. അപ്പോൾ അത് വേറെ വിഭാഗം, ഇത് വേറെ വിഭാഗമാണ്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിനി മോത്തോ വെഹിക്കിളിയെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. മോത്തോ വെഹിക്കിളിലെ 2 വീലുള്ളതാണല്ലോ മോത്തോ ചിക്കിളി. ഇപ്പം മോത്തോ ചിക്കിളിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. സോണോ വെഹിക്കിളി a 2 ruote con cilindrata superiore 50 cc. 50 cc അതായത് 50 ക്യൂബിക് മീറ്ററിനേക്കാളും സുപ്പീരിയർ ആയിട്ട് സിലിണ്ടറായിട്ടുള്ള 2 വീലുള്ള വാഹനത്തെ മോത്തോ ചിക്കിളിയുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. പോസ്റ്റോno essere dotati a cambio automatico. ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനങ്ങൾ ഉണ്ടാവാം. ശരിയാണ്. sono soggetti a revisione dopo 4 anni della prima anni di immatricolazione successivamente ogni 2 anni. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിവിസിയോണി സർവീസ് പീരിയോഡിക്കായിട്ട് ചെയ്യണം. ആദ്യത്തെ 4 വർഷം, പിന്നെ ഓരോ 2 വർഷം കൂടുമ്പോഴും തുടർച്ചയായിട്ട് ചെയ്യുന്നതിനാണ് റിവിസിയോണി പീരിയോഡിക്ക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വാഹനവും അത് ചെയ്യണം. അതാണ് മോത്തോ ചിക്കിളി. 2 വീലുള്ള വാഹനമാണ്. അതിൻ്റെ സിലിണ്ടർ 50 cc കൂടുതലായിരിക്കും. 45 km/h കൂടുതൽ വേഗത്തിൽ പോകാൻ കഴിവുള്ളതാണ്. എത്ര കിലോമീറ്റർ വേഗത്തിൽ വേണമെങ്കിലും പോകാം. പക്ഷേ പോകുന്നത് അതാത് റോഡിന് നിശ്ചയിച്ചിട്ടുള്ള വേഗത്തിൽ വേണം പോകാനായിട്ട്. ഇപ്പോൾ ഔട്ടോസ്ട്രാദയിൽ പോകണമെങ്കിൽ പരമാവധി 150 cc കൂടുതലെങ്കിലും വേണം. അപ്പോൾ ഓരോ റോഡിനും നിശ്ചയിച്ചിട്ടുള്ള വേഗതയുമുണ്ട്, അതിൻ്റെ സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. അതനുസരിച്ച് മോത്തോ ചിക്കിളിയിൽപ്പെട്ട 2 വീലേഴ്സിന് പോകാവുന്നതാണ്. അടുത്തതായിട്ട് മോത്തോ വെഹിക്കിളിൽപ്പെട്ട വേറൊരു മോത്തോറാണ് ത്രിചിക്ലിയ മോത്തോറെ, 3 വീലുള്ള വാഹനം. സോണോ വെഹിക്കിളി 3 ruote സിമെട്രിക്ക്. 3 ruote 3 വീലുള്ള സിമെട്രിക് ആയിരിക്കണം. സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഒരേ വലിപ്പമുള്ള വീലുകളുള്ളതിനെയാണ് ത്രിചിക്ലി എന്ന് പറയുന്നത്. കൊൺ മൊത്തോറെ സിലിണ്ടറാത്ത സുപ്പീരിയോറെ 50 cc കൂടുതൽ കപ്പാസിറ്റി സിലിണ്ടറായിട്ടുള്ള ഒരേപോലത്തെ 3 വീലുള്ള വാഹനങ്ങളെയാണ് ത്രിചിക്ലിയ മോത്തോറ എന്ന് പറയുന്നത്. ഇതിൻ്റെ വെലോസിറ്റി മാക്സിമം സുപ്പീരിയോറെ 45 km/h ആയിരിക്കും. അപ്പോൾ ഇത് എത്ര കിലോമീറ്റർ വേണമെങ്കിലും പോകാം. അതായത് 45 km/h കൂടുതൽ സഞ്ചരിക്കാൻ കഴിവുള്ള വാഹനങ്ങളാണ്. നോൺ വാ കോൺഫൂസോ കോൺ കോംപ്ലൈസോ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഉൻ മോത്തോ ചിക്കളോ എ ഉൻ സൈഡ് കാർ മോത്തോ കരോസേത്ത കോൺ റോത്തെ നോൺ സെമെത്രിക്ക്. അതായത് നമ്മൾ നാട്ടിലൊക്കെ 2 വീലേഴ്സിൻ്റെ കൂടെ കൊച്ചു കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് സൈഡ് കാർ ഉപയോഗിക്കാറുണ്ട്. ആ സൈഡ് കാറും കൂടെ വരുമ്പോൾ 3 വീല് വരും. അങ്ങനെ 3 വീല് വരുന്ന വാഹനങ്ങൾ അതൊരു ത്രിചിക്ലോ ആണെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ സൈഡ് കാർ വെച്ച് പോകുന്ന വാഹനങ്ങൾ ഒരു മോത്തോ ചിക്ലോയുടെ ഗണത്തിലാണ് വരിക, മറിച്ച് ഒരു ത്രിചിക്ലോ ആയിട്ട് കണക്കാക്കരുത്. കാരണം അതിൻ്റെ വീല് സിമെട്രിക്കോ അല്ല. കാരണം ത്രിചിക്ലോ ആണെങ്കിൽ റോത്തെ സിമെട്രിക്കോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് പ്രത്യേകം. ഞാനത് ചിത്രത്തിൽ കൂടി ഞാൻ കാണിച്ചു തരാം. സോണോ സൊജത്തി a revisione dopo 4 anni della prima immatricolazione successivamente ogni 2 anni. അത് എപ്പോഴും പറയാറുള്ളത് പോലെ റിവിസിയോണി പീരിയോഡിക്കായിട്ട് ചെയ്യണം. നോണെ വെറോ കെ പോസ്റ്റോno essere contati senza patente. ഈ വാഹനം ഓടിക്കാൻ ലൈസൻസ് വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല. അതായത് ലൈസൻസ് വേണം. ഏത് മോട്ടറുള്ള വാഹനം ഓടിക്കണമെങ്കിലും ലൈസൻസ് വേണം. ചിക്ലോ മോത്തോറിക്ക് AM ഗ്രേഡിലുള്ളത്, അത് A മൈനർ വിഭാഗത്തിൽ 14 വയസ്സിൽ കിട്ടുന്നതാണ്. മോത്തോ വെഹിക്കിളി 16 വയസ്സിൽ കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് A1 കാറ്റഗറിയിൽപ്പെട്ട ലൈസൻസ് മതി ഇത് ഓടിക്കാനായിട്ട്. മോത്തോ വെഹിക്കിളിലുള്ള ചില വാഹനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യം കാണുന്നതാണ് മോത്തോ ചിക്കളോ. 2 വീലുള്ള വാഹനമാണ് മോത്തോ ചിക്കളോ. ഇത് 45 km കൂടുതൽ കപ്പാസിറ്റിയിൽ ഉള്ള വാഹനമായിരിക്കും. പിന്നെ CC ആണെങ്കിൽ 50 cc കൂടുതൽ പവറുള്ളതാണ്. ത്രിചിക്കളോ അതിന് 3 വീലുണ്ടാവും. വീലുകളൊക്കെ സിമെട്രിക്കും ആയിരിക്കണം, ഒരേപോലെ
വലിപ്പമുള്ളതായിരിക്കണം. അങ്ങനെയുള്ളതാണ് ത്രിചിക്കളോ. ക്വാഡ്രിചിക്കളോ അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 50 cc കൂടുതലുള്ളതും പിന്നെ കിലോമീറ്റർ 45 കൂടുതൽ ഓടാൻ കഴിവുള്ള വാഹനങ്ങളാണ് ക്വാഡ്രിചിക്കളോ. പക്ഷേ ഇത് പരമാവധി 80 km/h ഓടാൻ കഴിവുള്ളൂ. അതിൽ കൂടുതൽ കഴിവുള്ളത് നമ്മൾ ഔട്ടോ വെഹിക്കിളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുക. ഇതിൻ്റെ പരമാവധി 80 സിലിണ്ടർ 80 സോറി, അതിൻ്റെ വെലോസിറ്റിയാണ് ഞാൻ പറഞ്ഞത്. പരമാവധി 80 km വരെ ഇത് പോകാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ക്വാഡ്രിചിക്കളോ എന്ന് പറയണേ. മോത്തോ കരോസെത്ത ഇത് ഒരു ബൈക്കിനോടൊപ്പം ഒരു സൈഡ് കാർ, നാട്ടിലൊക്കെ കൊച്ചു കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി ബൈക്കിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്ന ഒരു സൈഡ് കാറാണ്. ആ സൈഡ് കാറും കൂടെ ചേരുന്നതിനെയാണ് ഈ മോത്തോ കരോസെത്ത എന്ന് പറയുന്നത്. ഇതിൻ്റെ വീലുകൾ സിമെട്രിക് അല്ല, ഒരേപോലത്തെ അല്ലാത്തതുകൊണ്ട് ഇതിനെ മോത്തോചിക്കളോടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു ത്രിചിക്കളോ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. I tricicli a motore sono veicoli a motore a 3 ruote simmetrico. സിമെട്രിക് ആയിട്ടുള്ള 3 വീലുള്ള മോട്ടോർ. E tricicli a motore sono veicoli a motore a 3 ruote simmetrica. ഒരേപോലെ വലിപ്പമുള്ള 3 ചക്രമുള്ള വാഹനത്തെയാണ് ത്രിചിക്ലോ എന്ന് പറയുന്നത്. അതിവിടെ ശരിയാണ്, വി ശരിയാണ്. ഈ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാകും. ഇതുപോലെ 3 വീൽ ഒരേപോലെ വലിപ്പമുള്ളതിനെയാണ് സിമെട്രിക്ക എന്ന് പറയുന്നത്. താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിമെട്രിക്ക അല്ല, അതിൻ്റെ ഘടനയിലും വ്യത്യാസമുണ്ട്. എൻ്റെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ tricicli a motore sono costituiti da un motociclo e un sidecar. സൈഡ് കാറിൽ അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുള്ള ഈ സൈഡ് കാറിനോടൊപ്പമുള്ള ഈ വാഹനത്തെ ത്രിചിക്ലി എന്ന് പറയുന്നു. ഈ ത്രിചിക്ലി a motore sono veicoli a motore a 3 ruote simmetriche. ഇതുപോലെ സിമെട്രിക് ആയിട്ടുള്ള 3 വീലുള്ള മോട്ടോറുള്ള വാഹനത്തെയാണ് ത്രിചിക്ലി എന്ന് പറയുന്നു. അത് ശരിയാണ്, വെറോ. താഴെ ഈ ത്രിചിക്ലി a motore sono costituiti da un motociclo e un sidecar. ഒരു മോട്ടോചിക്ലോടൊപ്പം ഒരു സൈഡ് കാറും കൂടി ഉള്ള കോൺസ്റ്റിറ്റ്യൂറ്റ് ചെയ്തിട്ടുള്ള മോട്ടോറുള്ള വാഹനത്തെയാണ് ത്രിചിക്ലി എന്ന് പറയുന്നു. കാരണം ഇത് ഒരു സിമെട്രിക് അല്ല, അതിൻ്റെ ഘടനയും വ്യത്യാസമുണ്ട്, വലിപ്പത്തിലും വ്യത്യാസമുണ്ട്. അതൊരു മോത്തോ കരോസെത്തയാണ്, അതൊരു മോട്ടോചിക്ലോ ആണ്. അതുകൊണ്ട് ഇത് തെറ്റ്, ഫാൾസോ. മോട്ടോ വെഹിക്കിളി ഗണത്തിൽ വരുന്ന മറ്റൊരു വാഹനമാണ് ക്വാഡ്രിചിക്ലി ലെജറി, 4 വീലുള്ള വാഹനം. സോണോ വെഹിക്കിളി a 4 ruote di massa vuoto sino a 400 kg ബ്രാക്കറ്റിൽ 550 kg se destinati al trasporto di cose e di potenza del motore massimo fino a 15 kW. അതായത് ഈ വെഹിക്കിളി 4 വീലുള്ളതായിരിക്കണം. പരമാവധി അതിൻ്റെ ഭാരം മാസ ഓത്തോ ആയിട്ടിരിക്കുമ്പോൾ, കാലിയായിട്ടിരിക്കുമ്പോൾ, അതായത് ബോഡിയും എൻജിനും കൂടി 400 കിലോഗ്രാമാണ് പരമാവധി ഭാരം. 550 കിലോഗ്രാം അതിൽ ട്രാൻസ്പോർട്ടോ കോസസ് സാധനങ്ങൾ കയറ്റി കഴിയുമ്പോൾ ആ വാഹനത്തിനുണ്ടാകുന്ന പരമാവധി ഭാരം 550 kg. പിന്നെ അതിൻ്റെ പൊട്ടൻസ മാക്സിമം ഫിനോ 15 കിലോവാട്ടാണ്. 15 കിലോവാട്ട് പരമാവധി ഉള്ളതും വാഹനത്തിൻ്റെ ഭാരം കാലിയായിട്ടിരിക്കുമ്പോൾ 400 കിലോഗ്രാമും ഭാരം കയറ്റി കഴിയുമ്പോൾ 550 കിലോഗ്രാമും വരാവുന്ന 4 വീലുള്ള ഈ വാഹനമാണ് ക്വാഡ്രിചിക്ലി ലെജറോ, ക്വാഡ്രിചിക്ലി a motore. Per guidare un quadricicli di norma occorre aver compiuto 16 anni ed essere in possesso della patente di categoria B1 a meno di tratta di un quadricicli leggero. Per guidare un quadriciclo ഇതുപോലുള്ള ഒരു വാഹനം ഓടിക്കണമെങ്കിൽ നോർമലി ഒക്കറെ അവർ compiuto 16 anni 16 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ ഈ ക്വാഡ്രിചിക്ലി ആയിട്ടുള്ള വാഹനം ഓടിക്കാൻ പാടുള്ളൂ. പൊസസ്സോ ദെല്ല പത്തൻത ദി കാറ്റഗറി B1, ഈ കാറ്റഗറിയിൽ പെട്ടുന്ന ലൈസൻസ് B1 ആണ്. ഈ B1 എടുത്തു കഴിഞ്ഞാൽ മെനോസി ത്രാത്തി ക്വാഡ്രിചിക്ലി ലെജറോയിൽ ക്വാഡ്രിചിക്ലി ലെജറോയിൽ പെട്ട, അതായത് ചിക്ലോ മോത്തോറിയിൽ പെട്ട വാഹനങ്ങളും ഓടിക്കാം. അത് ലഭിക്കുന്നത് 14 വയസ്സിലാണ്. ആ കാറ്റഗറിക്ക് AM പത്തൻതയാണ് ആവശ്യമായിട്ടുള്ളത്.
ഇപ്പോൾ B1 എടുത്തു കഴിഞ്ഞാൽ AM കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങളും ഓടിക്കാം. ഇനി താഴെ പറയുന്നത് നെയ് ക്വാദ്രിച്ചിക്കിളി കോൺ കരോസേറി അപ്പേർത്ത ക്വാഡ് ഒക്കറെ ഇൻഡോസാറയിൽ കാസ്കോ. അപ്പോൾ ഇതിൻ്റെ കരോസേറിയൻ മോൾ ഭാഗം ക്വാദ്രിച്ചിക്കിളിയുടെ മോൾ ഭാഗം തുറന്നിരിക്കണതാണെങ്കിൽ നമ്മൾ കാസ്കോ ഹെൽമെറ്റ് വെച്ചിട്ട് വേണം ഓടിക്കാനായിട്ട്. തൂത്തി ക്വാദ്രിച്ചിക്കിളി ലഗ്ജറി ഓ മെനോ സോണോ സ്വജത്യ റിവിസിയോണി പിരിയോദിക്ക, നേരത്തെ പറഞ്ഞ പോലെ ക്രമാതീതമായിട്ട് സർവീസ് ചെയ്തിരിക്കണം. ഈ എക്സ്പ്രസ്മെൻ്റെ വിയത്താത്ത മോഡിഫിക്കാരെ സൊസിസ്റ്റൂരിയൽ മൊത്തോറെ dei quadricicli per aumentare la velocità o cilindrata. അതിൻ്റെ സിലിണ്ടറോ വെലോസിറ്റിയോ വേഗതയോ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആ വാഹനത്തിൻ്റെ എൻജിൻ കപ്പാസിറ്റി മോഡിഫിക്കാറ് ചെയ്യാം. അത് നിയമവിരുദ്ധമാണ്, ചെയ്യാൻ പാടില്ല. ഒരു വാഹനത്തിൻ്റെയും സിലിണ്ടർ കപ്പാസിറ്റി ഔമന്താര് ചെയ്യാൻ പാടില്ല. വിയത്താത്തോ ആണ്, പ്രോഹിബിറ്റഡാണ്. ചിക്ലോ മോത്തോറി ക്യുസ് ചാപ്റ്റർ 1 11ാമത്തെ സെറ്റ്. ചിക്ല മോത്തോറി പോസൺ അവരെ ദുവെ ഓത്രേ റോത്തെ, 2 വീലുള്ളതോ 3 വീലുള്ള ചിക്ല മോത്തോറികൾ ഉണ്ടാവാം. പോസനോ ക്യാൻ ഹാവ് ശരിയാണ്, കാരണം 2, 3, 4 വീലുള്ള വാഹനങ്ങൾ ചിക്ല മോത്തോറിയുടെ ഗണത്തിൽ വരുന്നുണ്ട്. അടുത്തത് സി ഡെഫിനിസ്കനോ ചിക്ല മോത്തോറി തൂത്തി വെയ്ക്കുളിയ ദുവെ റോത്തെ ദി ശിലിന്ദ്രാത്ത സുപ്പീരിയോറെ 50 ക്യൂബിക് സെൻറ്റിമീറ്റർ. 50 ക്യൂബിക് സെൻറ്റിമീറ്ററിന് മുകളിൽ സിലിണ്ടറായിട്ട് വരുന്ന 2 വീലുള്ള എല്ലാ വാഹനങ്ങളും തൂത്തി വെയ്ക്കുളി ചിക്ല മോത്തോറി ആയിട്ടാണ് വരുന്നത്. തെറ്റാണ്, കാരണം ചിക്ല മോത്തോറി 50 cc താഴെയുള്ളതാണ്, അതുകൊണ്ട് അത് തെറ്റാണ്. ഈ വെയ്ക്കുളി ദുവെ റോത്തെ കോൺ മോത്തോറെ തെർമിക്കോ ഫിനോ 50 cc ദി ചിലിന്ദ്രാത്ത വെലോച്ചിത്ത മാക്സിമം ദി 45 km/h സോണോ ചിക്ല മോത്തോറി. ദുവെ റോത്തയുള്ള 2 വീലുള്ള തെർമിക്കോ ആയിട്ടുള്ള പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ ആയിട്ടുള്ള ഫിനോ 50 ക്യൂബിക് മീറ്റർ, അതായത് 50 cc താഴെ പവറുള്ള വെലോച്ചിത്ത മാക്സിമം 45 വാഹനങ്ങൾ ചിക്ലമോത്തോറിയുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിയാണ്. ചിക്ലമോത്തോറി നോൺ ഹാനോ പ്യൂതി ദുവെറോത്തെ, 2 വീലിൽ കൂടുതലുള്ള വാഹനങ്ങളൊന്നും ചിക്ലമോത്തോറിയിൽ വരുന്നില്ല, അതും തെറ്റാണ്. ഈ ചിക്ല മോത്തോറി പോസനോ ചിർക്കുളാരെ അല്ല വെലോച്ചിത്ത 60 km/h ഫോർ ഇതേ ചെന്ത്രി ഉർബാനി സിറ്റിക്ക് വെളിയിലുള്ള സ്ഥലങ്ങളിൽ വേണമെങ്കിൽ 60 km/h ചിക്ല മോത്തോറികൾക്ക് ഓടിക്കാമെന്ന്. തെറ്റാണ്. നോൺ തൂത്തി വെയ്ക്കുളി മോത്തോറെ ദുവെ റോത്തെ വേങ്കനോ ക്ലാസിഫിക്കാത്തി ചിക്ല മോത്തോറി. നോൺ തൂത്തി വെയ്ക്കുളിയ മോത്തോറെ ദുവെ റോത്തെ 2 വീലുള്ള എല്ലാ വാഹനങ്ങളും ചിക്ല മോത്തോറിയുടെ ഗണത്തിൽ വരുന്നില്ല, കാരണം 2 വീലുള്ള വാഹനങ്ങൾ മോട്ടോ വെഹിക്കിളിലും വരുന്നുണ്ട്. ഇപ്പോൾ 2 വീലുള്ള വാഹനങ്ങൾ ചിക്ല മോത്തോറി മാത്രമല്ല, അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അത് ശരിയാണ്. ചിക്ല മോത്തോറി നോൺ സ്വജത്തി റിവിസിയോണി പിരിയോഡിക്ക എന്നാൽ സർവീസ് ക്രമമായിട്ട് ചെയ്യേണ്ടത് 4 വർഷം കൂടുമ്പോൾ, പിന്നെ ഓരോ 2 വർഷം കൂടുമ്പോൾ ചെയ്യുന്നതിനെയാണ് റിവിസിയോണി പിരിയോഡിക്ക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നോൺ സ്വജത്തി, അങ്ങനെ ചിക്ല മോത്തോറികൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, തെറ്റാണ്. ഈ ത്രീചിക്ലിയ മോത്തോറെ, അപ്പോൾ താഴെ പറയുന്ന ക്യുസ് മുഴുവനും ത്രീചിക്ലിയ മോത്തോറെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ക്യുസ് ചാപ്റ്റർ 1 11ാമത്തെ ബി. സോണ വെഹിക്കുലിയ മോത്തോറെ അവെന്തി una velocità massima per costruzione superiore a 45 km/h, 45 km/h ഓടിക്കാൻ, അതിൽ കൂടുതൽ സുപ്പീരിയറിൽ ഓടിക്കാൻ കഴിവുള്ള വാഹനത്തെ ത്രിചിക്ലിയ മോത്തോറുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിയാണ്. സോന വെഹിക്കിളെ ആ മോത്തോറെ ത്രേ റോത്തെ സിമെട്രിക് ആയിട്ടുള്ള 3 വീലുള്ള വാഹനമാണ് ത്രിചിക്ലി. ശരിയാണ്. സോണ സോജത്യ റിവിസിയോണെ ദോപ്പോ കോത്ര ആനി ദല്ല പ്രിമ ഇമ്മട്രിക്കുലസിയോണെ സുക്സെസ്യോമെൻ്റെ ഒഗ്നി ദുയാനി. അതായത് സ്വജത്തി റിവിസിയോണെ സർവീസ് ചെയ്യേണ്ടത് ദോപ്പോ കോത്ര ആനി ദല്ല പ്രിമ ഇമ്മട്രിക്കുലസിയോണെ, വാഹനം വാങ്ങിച്ച് പുതിയ വാഹനമാണെങ്കിൽ 4 വർഷം കഴിഞ്ഞതിന് ശേഷവും തുടർന്ന് വരുന്ന ഈ 2 വർഷങ്ങളിലും സർവീസ് ചെയ്യണം. ശരിയാണ്. സോന വെഹിക്കിളി കോൺ മോത്തോറെ സിലിണ്ടറാത്ത സുപ്പീരിയോറെ 50 cc, 50 cc കൂടുതൽ സിലിണ്ടറുള്ള വാഹനത്തെയാണ് ത്രിചിക്ലി എന്ന് പറയുന്നത്. ശരിയാണ്. സോന വെഹിക്കിളിയ മോത്തോറെ കെ പോസനോ കൊന്തത്തി സെൻസ പത്തൻ്റെ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ത്രിചിക്ലി വാഹനങ്ങൾ ഓടിക്കാം. ഒരു വാഹനവും
ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ പാടില്ല, അവിടെ ഓടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റാണ്. സോണ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഉൻ മോത്തോ ചിക്കളോ എ ഉൻ സൈഡ് കാർ. അപ്പോൾ ത്രീചിക്കളോ എന്ന് പറയുന്നത് ഒരു മോത്തോ ചിക്കളോ, അതായത് ഒരു 2 വീലറുള്ള വാഹനത്തോടൊപ്പം ഒരു സൈഡ് കാറും കൂടെ വെച്ച് കഴിഞ്ഞാൽ, ഇത് കൊച്ചു കുട്ടികളെ കൊണ്ടുപോകാനുള്ള ചെറിയൊരു ഒരു സൈഡ് കാറും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിനെ ത്രീചിക്കിൾ എന്ന് പറയാം പറ്റൂല. അത് തെറ്റാണ്. കാരണം വീലുകൾ 3 സിമെട്രിക് അല്ലാത്തതുകൊണ്ട് അത് ഒരു ത്രീചിക്കിളോ അല്ല. അതുകൊണ്ട് ഇവിടെ തെറ്റാണ്. ക്യൂസ് ചാപ്റ്റർ 1 ഈ ക്വാദ്രിചിക്കിളി നോൺ ലെജറി a manubrio e con carrozzeria aperta possono essere dotati senza casco. ക്വാദ്രിചിക്കിളി നോൺ ലെജറി എന്ന് ഉദ്ദേശിക്കുന്നത് അത് മൊത്തം വെഹിക്കിളുടെ ഗണത്തിൽ വരുന്നതെന്ന് തന്നെ ഉടനെ ഓർക്കണം. മാനുബ്രിയോ ഹാൻഡിലുള്ള വെഹിക്കിളിനെയാണ് ഉദ്ദേശിക്കുന്നത്. കരോസേരി അപ്പേർത്ത മുകൾ ഭാഗം തുറന്നിരിക്കണ വാഹനമാണെങ്കിൽ പോസനോ എസരെ കൊന്താത്തി സെൻസ കാസ്കോ ഹെൽമെറ്റ് ഇല്ലാതെ വേണമെങ്കിൽ ഓടിക്കാം. അപ്പോൾ ക്വാദ്രിചിക്കിളി ആണെങ്കിൽ അല്ലെങ്കിൽ നോൺ ലെജറി ആണെങ്കിൽ മോൾ ഭാഗം തുറന്നിരിക്കണം ഒപ്പർത്തായിട്ടുള്ള വാഹനങ്ങളാണെങ്കിൽ നമ്മളെപ്പോഴും കാസ്കോ ഹെൽമെറ്റ് വെച്ചിട്ട് ഓടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ സെൻസ കാസ്ക അതില്ലാതെ ഓടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തെറ്റിയത്. ക്വാദ്രിചിക്കിളി ലെജറി ഐ ഫിനി ദല ചിർക്കുലസിയോണെ സോണോ അസിമിലാത്തിയായി ചിക്ലമോത്തോറി. ലെജറി ആയിട്ടുള്ള ക്വാദ്രിചിക്കിളി അത് ചിക്ലമോത്തോറിയുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിയാണ്. ഈ ക്വാദ്രിചിക്കിളി സോണോ സൊജത്യ റിവിസിയോണെ പിരിയോഡിക്ക ശരിയായ യഥാക്രമം സർവീസ് നടത്തിയിരിക്കണം. ശരിയാണ്. ക്വാദ്രിചിക്കിളി സോണോ വെഹിക്കിളെ മോത്തോറെ ക്വാത്ര റോത്തെ 4 വീലുള്ള വാഹനം ക്വാദ്രിചിക്കിളിയാണ്. ശരിയാണ്. ക്വാദ്രിചിക്കിളി ലെജറി അലിമെൻഡാത്തിയ ബെൻസീന ഹാനോ സിലിന്ദ്രാത്ത ദെൽ മോത്തോറെ ഇൻഫീരിയോറെ ഓ പാരി ആ ചിങ്ക്വാന്ത ചീച്ചി. ക്വാദ്രിചിക്കിളി ലെജറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ചിക്ലമോത്തോറിയുടെ ഗണത്തിൽ വരുന്നതാണ്. അത് നമുക്കറിയാം 50 cc താഴെ ആയിരിക്കണം, 45 km/h കൂടുതൽ പോകാൻ പാടില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം അടുത്തത് ചിന്തിക്കാനായിട്ട്. അലിമെൻഡാത്തിയ ബെൻസീന കൊണ്ടുള്ള വാഹനങ്ങൾ സിലിന്ദ്രാത്ത മോത്തോറെ ഇൻഫീരിയോറെ ഓ പാരി അതിന് സമമായിട്ടുള്ളതോ അല്ലെങ്കിൽ പാരി തുല്യമായിട്ടുള്ള 50-ന് തുല്യമോ അതിൽ കുറവോ ആയിട്ടുള്ള സിലിണ്ടറായിട്ടുള്ള വാഹനങ്ങളാണ് ക്വാദ്രിചിക്കിളി ലെജറി. ശരിയാണ്. കോൺസെൻറ്റിത്തോ aumentare la cilindrata dei quadricicli leggeri perché non si aumenti la velocità. വെലോച്ചിത്ത കൂട്ടുന്നില്ല എന്ന് വിചാരിച്ച് ഒരു വാഹനത്തിൻ്റെ സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി ക്വാദ്രിചിക്കിളി ആയിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം. ഒരു വാഹനത്തിൻ്റെയും സിലിണ്ടർ മോഡിഫിക്കാറ് ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. വെലോച്ചിത്ത കപ്പാസിറ്റി കൂട്ടുന്നില്ലെങ്കിൽ പോലും അതിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അതേ ഗണത്തിൽപ്പെട്ട സിലിണ്ടർ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ പവർ വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം പാടില്ല, ഒരു വാഹനത്തിനും പാടില്ല. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റി. പതിവ് പോലെയുള്ള നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഇതിന് ആൻസർ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. സംശയം ഉണ്ടെങ്കിൽ തൊട്ട് മുമ്പ് ചെയ്ത ക്യൂസുമായിട്ട് ഒത്തുനോക്കുക. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.